അഖിലിലേക്കാണ്. ഒരിക്കൽ കൂടി അഖിൽ, ആദ്യം മയക്കുവെടി വെച്ചിരിക്കുന്നു, ഇപ്പോൾ കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ? ഉടനെ തന്നെ ആനയെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമോ? ആന ഒരു മയക്കത്തിലേക്ക് പോയതായി കാണാൻ കഴിയുന്നുണ്ടോ? ആനയെ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ അഖിലിന്? ഫിറോസ് ഖാന്റെ കിട്ടുന്നുണ്ടെന്നാണ് ആയിഷന്റെ ഫ്രൈവിൽ അവർ നീങ്ങുന്ന അരുൺ സക്കർ നീങ്ങുന്ന വിഷയമുണ്ട്. ഹലോ അഖിൽ, കേൾക്കാമോ? ഞാൻ കേട്ടില്ല. യെസ് അഖിൽ, അഖിലേക്ക് എത്താം. എന്തായാലും ആനയെ ഇപ്പോൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വനം വകുപ്പ്. കാരണം ആന മയങ്ങും അല്പസമയത്തിനകം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഹനങ്ങളൊക്കെ ആ പ്രദേശത്തേക്ക് പോകുന്നുണ്ടെന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അഖിൽ, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? അതായത് ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത്. ആന അതായത് നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മുകളിലേക്ക്, അതായത് കൂടെയുള്ള ആനയെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൂടെയുള്ള ആനയെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ കൂടെയുള്ള ആനയിൽ നിന്നും ഒറ്റയ്ക്ക് ആന ഒറ്റയ്ക്കായി. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ആനയ്ക്ക് മയക്കുവെടി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് ഈ ആനയെ വണ്ടിയിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലേക്ക് ഒരുപക്ഷെ ആനയെ ഇപ്പോൾ തന്നെ കാണിക്കാൻ കഴിയും. നമ്മുടെ മുൻപിലായി ആന നിൽക്കുന്നുണ്ട്. അതായത് ആന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന ഈ ഒരു വന്നിരിക്കുന്നത് പുഴയോട് കുറച്ച് അടുത്തായിട്ട് തന്നെയാണ്. അധികം ദൂരമില്ല ഈ പുഴയിലേക്ക് ഉള്ളത് എന്നുള്ളതാണ്. ആന ഇങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഒരുപക്ഷെ അത് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ആനയെ ഇപ്പോൾ വീണ്ടും, അതായത് നമുക്ക് ആനയുള്ള സ്ഥലത്തേക്ക് തന്നെ, അതായത് ഈ ഒരു എണ്ണപ്പണത്തോട്ടത്തിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ് ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പസമയം മുമ്പ് തടഞ്ഞു നിർത്തിയ ഒരു KSRTC ബസ്സും ഒരു സ്കൂൾ ബസ്സും അതുവഴി കടത്തിവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആനയ്ക്ക് നിലവിൽ ഒരു ഡോസാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ ഡോസുകൾ നോക്കിയിട്ട് മാത്രമേ നൽകുകയുള്ളൂ. കാരണം നമുക്കറിയാം ആനയുടെ നില കുറച്ച് പരിങ്ങലാണ്. ആനയ്ക്ക് ഈ മയക്കുവെടി പൂർണ്ണമായും താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്നൊരു സംശയമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ, അതായത് ഈ മയക്കുവെടി നൽകിയിട്ടുള്ള ആനയുടെ അവസ്ഥ കൂടി പരിഗണിച്ചായിരിക്കും കൂടുതൽ ഡോസുകൾ നൽകുന്ന കാര്യത്തിൽ എന്തായാലും വനംവകുപ്പ് ഒരു തീരുമാനമെടുക്കുക. അത് തന്നെ അത്തരത്തിലുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. ആന നിലവിൽ ഇപ്പോൾ, അതായത് കൂടെയുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യം, കൂടെയുള്ള ആന അതിനെ നീക്കാൻ വനംവകുപ്പിനെ സാധിച്ചിട്ടുണ്ട്. അതിനെ മാറ്റി ഈ ആനയെ ഒറ്റയ്ക്കാക്കാൻ വനംവകുപ്പിനെ കൃത്യമായി തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായ ഒരു ഡാറ്റിലേക്ക് എത്താൻ കഴിഞ്ഞു. 7:14 കൂടിയാണ് ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൂടുതൽ ഡോസുകൾ ഒരുപക്ഷെ നൽകേണ്ടി വരും. എന്തായാലും ബൂസ്റ്റർ ഡോസുകൾ നൽകും. അത് വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ആയിരിക്കും നൽകുക. ഇപ്പോൾ നിലവിൽ ഈ നൽകിയ മയക്കുവെടി മാത്രം മതിയോ ആനയുടെ ഒരു സെഡേഷനിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ് വനംവകുപ്പ് പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും അധിക ദൂരം ആന സഞ്ചരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും, എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനിയുള്ള ഒരു നടപടിക്രമം എന്ന് പറയുന്നത് കുങ്കികളെ അല്പസമയത്തിനകം തന്നെ ഈ ആന നിൽക്കുന്ന ഈ ഒരു പരിസരത്തേക്ക് കുങ്കികളെ എത്തിക്കും. ആ കുങ്കികളെ എത്തിച്ചു കഴിഞ്ഞാൽ ലോറി, അതായത് ഈ ആനയെ ഈ കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി ഒരു താഴ്ന്ന പ്രദേശത്തും അതിന് നിരപ്പായിട്ടുള്ള ഒരു ഭൂതലത്തിലായിരിക്കണം ആന നിൽക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു കയറി വരെയുള്ള ഒരു ബാക്ക് വശമുണ്ട്. അത്തരത്തിലൊരു സ്റ്റെപ്പ് ഉണ്ടാവും, അത് വെച്ചു കൊടുക്കും. ആ ആനകൾ രണ്ട് വശങ്ങളിലായി നിലയുറപ്പിക്കും. പുറകിൽ നിന്നും കോന്നി സുരേന്ദ്രൻ, അതായത് ഈ ഒരു വശത്ത് കുഞ്ചുവും മറുവശത്ത് വിക്രവുമാണ് ഉണ്ടാവുക. പുറകിൽ നിന്നും ഈ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആന അത് പുഷ് ചെയ്ത്, അത് തള്ളിക്കൊണ്ട് ആനയെ ഉള്ളിലേക്ക് കയറ്റും. അതാണ് നിലവിൽ കൃത്യമായി തന്നെ, അത് അങ്ങനെ ഒരു രീതിയാണ് വനംവകുപ്പ് ഈ ആസൂത്രണം ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഈ കുങ്കികളെ ഇവിടേക്ക് ആനയെ അടുത്തേക്ക് കൊണ്ടുവരാം. തൊട്ടടുത്ത് തന്നെയാണ് കുങ്കികളുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കുങ്കികളെയും ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ദൗത്യം ആദ്യം മയക്കുവെടി നൽകാനായി എന്നുള്ളതും ആശ്വാസകരമാണ്. ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ഈ മയക്കുവെടി നൽകിയതിൽ നിന്നും ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതായി ഈ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ആനയെ കോടനാടേക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ദിവ്യ. യെസ്, എന്തായാലും വനംവകുപ്പിന്റെ ആദ്യ ശ്രമം തന്നെ വിജയിച്ചിരിക്കുകയാണ്. മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ആനയെ കോടനാടേക്ക് മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ കൂടുതൽ ബൂസ്റ്റർ ഡോസുകളൊക്കെ കൊടുത്ത് ഈ സെഡേഷൻ എത്ര സമയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകണമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും. എന്തായാലും വനം വകുപ്പ് പ്രതീക്ഷിച്ച പോലെ തന്നെ ആനയെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ രാവിലെ തന്നെ
പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർ ആന മയങ്ങുമ്പോഴേക്കും ഞാനൊന്ന് മയങ്ങട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആനയുടെ വാർത്ത, ആനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിലും ചില പ്രേക്ഷകർ പറയുന്നു മറ്റു വാർത്തകളൊന്നും ഇല്ല, മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അതിനു മുൻപ് നമുക്ക് ഈ ആനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തോന്നുന്നു. എന്തായാലും ആനയെ ഒരു തരത്തിൽ മയക്കുവെടി വയ്ക്കാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആനയ്ക്കൊപ്പം സംരക്ഷണം തീർത്തുകൊണ്ട് മറ്റൊരു ആന കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മയക്കുവെടി വയ്ക്കാൻ സാധിക്കുമോ എന്ന് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിലും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റ് ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ്. കോടനാട് എത്തിച്ച് ചികിത്സ നൽകേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നു.